മനുഷ്യ ആരംഭം മുതൽ ഉയരുന്നൊരു ചോദ്യമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത്. പുരോഹിതരും പണ്ഡിതന്മാരും പൊതുജനങ്ങളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഒരു സമസ്യയായി നിലനിന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുകയാണ്. ശാസ്ത്രലോകം ഇതിന് ഉത്തരം കണ്ടെത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടാണ് ഇതിലേക്കുള്ള വെളിച്ചം വീശിയിരിക്കുന്നത്. 14 ബില്യൺ വർഷങ്ങൾക്ക് മുൻപോ അതിലധികമോ മുൻപുള്ള മഹാവിസ്ഫോടനം മുതൽ മനുഷ്യർ ഈ ഗ്രഹത്തിൽ എന്തുകൊണ്ട് ഇവിടെയുണ്ട് എന്ന വിഷയവുമായിട്ടാണ് ഇക്കാര്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. മോണ്ടി പൈത്തൺ, ദ സിംപ്സൺ, ബ്രൂസ് ആൽമൈറ്റി തുടങ്ങിയ സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും ചിത്രീകരിക്കപ്പെട്ട ദൈവം തീർച്ചയായും ക്രിസ്തുമതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എന്നാൽ മതത്തെ പരിഗണിക്കാതെ യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, വ്യക്തിപരമായ ദുരന്തങ്ങൾ തുടങ്ങിയ ഭയാനകമായ സംഭവങ്ങൾ പലപ്പോഴും മനുഷ്യരെ ഒരു സർവശക്തനായ ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ പലപ്പോഴും പ്രേരിപ്പിച്ചിരുന്ന ഘടകമാണ്. ദൈവമുണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. എങ്കിലും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന തെളിവ് ദൈവത്തിന്റെ തെളിവാണെന്ന് പലരും വാദിക്കുകയായിരുന്നു. അപ്പോൾ ഉയരുന്ന ചോദ്യം ശരിക്കും ഒരു ദൈവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം എന്താണ് എന്ന ചോദ്യമാണ്. എക്കാലത്തെയും ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകുകയാണ് ശാസ്ത്രലോകം. ദൈവത്തെ വെളുത്ത വസ്ത്രം ധരിച്ച വൃദ്ധനായ താടിക്കാരനായിട്ടാണ് പണ്ടു മുതലേ ചിത്രീകരിച്ചിട്ടുള്ളത്. മൈക്കലാഞ്ചലോയുടെ ദ ക്രിയേഷൻ ഓഫ് ആന്തം എന്ന പ്രസിദ്ധമായ പെയിന്റിങ്ങിനെ അവലംബിച്ചാണ് ഇത്തരം ഒരു രൂപം പലരും ദൈവത്തെ ചിത്രീകരിക്കുമ്പോൾ നൽകിയിട്ടുള്ളത്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് 16-ാം നൂറ്റാണ്ടിൽ മൈക്കലാഞ്ചലോ നടത്തിയ പെയിന്റിംഗ് ഉള്ളത്. ദൈവത്തിന്റെ കൈകളാണ് മാനവരാശിയെ സൃഷ്ടിച്ചതെന്നാണ് ഈ പെയിന്റിങ്ങിൽ വ്യക്തമാക്കുന്നത്. ബൈബിളിൽ പോലും ദൈവത്തെ അവനെന്നും അവന്റെ എന്നുമാണ് പരാമർശിക്കുന്നത്. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതാണെന്നും തലമുടി കമ്പിളി പോലെ വെളുത്തതാണെന്നുമാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അവന്റെ സിംഹാസനം അഗ്നി പോലെ തിളങ്ങുന്നതായും അതിൽ പറയപ്പെടുന്നുണ്ട്. മതപണ്ഡിതന്മാർ പറയുന്നത് ദൈവം പുരുഷനാണോ സ്ത്രീയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നതാണ്. പകരം ദൈവം ആത്മനിഷ്ഠമായ അർത്ഥത്തിലാണ് നിലനിൽക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് വഴികാട്ടിയും ശക്തിയുടെ സ്രോതസ്സുമായി മനുഷ്യരൂപത്തിൽ അല്ലാതെയാണ് ദൈവത്തെ കാണേണ്ടതെന്നാണ് അവരുടെ നിലപാട്. പെൻസിൽവാനിയയിലെ വില്ലാനോവയിലെ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ഇലിയ ഡിലിയോ പറയുന്നത് പ്രകാരം സമൂഹം ദൈവത്തിന് മാനുഷികമായ പല സ്വഭാവ വിശേഷങ്ങളും ചാർത്തിയിട്ടുണ്ടെങ്കിലും ദൈവം ഒരിക്കലും മനുഷ്യനാകില്ല എന്നാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ AI-യിലും ദൈവശാസ്ത്ര നരവംശാസ്ത്രത്തിലും ഗവേഷണം നടത്തുന്ന അലക്സാൻഡ്രോസ് ബാറ്റോലിസ് പറയുന്നത് ദൈവം ഒരു വസ്തുവല്ല, മറിച്ചൊരു വിഷയമാണെന്നാണ്. ദൈവമെന്ന യാഥാർത്ഥ്യം തെളിയിക്കാനാകില്ല എന്നും അത് മനുഷ്യന്റെ അടിസ്ഥാന ധാരണകളെ തന്നെ മറികടക്കുന്നതാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.